രാജ്യത്തിന് എങ്ങനെയാണ് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുന്നത്? നമ്മൾ കാണാറുണ്ട്, ചില രാജ്യങ്ങൾ ഫ്ലറിഷ് ചെയ്യുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഇതിലേക്കൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും തേടുന്ന വഴിയാണ് വികസിത രാജ്യങ്ങൾ നമുക്ക് ഫൈനാൻഷ്യൽ എയ്ഡ് തരണമെന്നത്. പക്ഷേ മിക്കപ്പോഴും നമ്മൾ കാണാതെ പോകുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഉള്ളവയാണെന്നും ഒരു ലോക്കൽ ലെവൽ ഇൻ്റർവെൻഷനാണ് എപ്പോഴും ഫോറിൻ ഇൻ്റർവെൻഷനേക്കാളും അഭികാമ്യമെന്നും. പലപ്പോഴും രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സെൻട്രലൈസ്ഡ് അപ്രോച്ചിനേക്കാൾ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ചാണ് അനുയോജ്യം. ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ചിൽ ലോക്കൽ തിങ്ക് ടാങ്കുകൾ വഹിക്കുന്ന റോൾ വളരെ വലുതാണ്. ഒരു പ്രാദേശിക കോണ്ടെക്സ്റ്റിൽ അവർക്കാണ് ആ പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്താനാവുക. ഈ വീഡിയോയിൽ നമ്മൾ അറ്റ്ലസ് നെറ്റ്വർക്കിന്റെ മാറ്റ് വാർണർ എഡിറ്റ് ചെയ്ത ആഗോള സാമ്പത്തിക വികസനത്തിനെ കുറിച്ചുള്ള കേസ് പഠനങ്ങളുടെ സമാഹരണമായ പോവർട്ടി ആൻഡ് ഫ്രീഡം എന്ന ബുക്കിന്റെ മലയാളം പതിപ്പായ ദാരിദ്ര്യവും സ്വാതന്ത്ര്യവുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മേൽപ്പറഞ്ഞ കോൺസെപ്റ്റ്സ് എല്ലാം ദാരിദ്ര്യവും സ്വാതന്ത്ര്യവും എന്നുള്ള ഈ ബുക്കിൽ ചർച്ച ചെയ്തിരിക്കുന്നവയാണ്. പല രാജ്യങ്ങളിൽ നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള കേസ് സ്റ്റഡീസ് ആണിവ. ബുക്ക് ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഈ ബുക്കിൽ പ്രതിപാദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കേരളത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പോൾ ഒരു വർക്ക് പ്ലേസിലൊക്കെ ചെല്ലുമ്പോൾ അയാളുടെ കൾച്ചറൽ എക്കണോമിക് റൈറ്റ്സ് ഒക്കെ ബാധകമാണ്. മാത്രമല്ല, അതിന് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ തോന്നുന്നത് രാജസ്ഥാനിലെ ഭട്ടേരിയിലെ ഭൻവാരി ദേവിയുടെ ജീവിതകഥയാണ്. കാരണം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിശാഖ ഗൈഡ് ലൈൻസിന്റെ ഒരു പരമപ്രധാനമായിട്ടുള്ള ഒരു വിധി വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2013 ഗവൺമെന്റ് ഒരു ലോ, സെക്ഷുവൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് വരുന്നതൊക്കെ. ജുഡീഷ്യറിക്കും സ്റ്റേറ്റിനും ആണ് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത്. അതായത് ഒരാളുടെ അവകാശങ്ങൾ ഹനിക്കുന്നുണ്ടോ എന്ന് കൂടുതലും അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും സ്റ്റേറ്റിനും ജുഡീഷ്യറിക്കും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇലക്ട്രിസിറ്റി, വെള്ളം പോലുള്ള യൂട്ടിലിറ്റീസ് ഒന്നും ശരിക്കും പ്രൈവറ്റൈസ്ഡ് ആക്കരുത്. ബിക്കോസ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിക് സർവൈവലിനും നമ്മുടെ ഒരു ഡെയിലി കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ളതും കൂടിയാണല്ലോ. ഞാൻ ബാംഗ്ലൂരിൽ ഒരുപാട് വർഷമായി, ഒരു 20 വർഷത്തോളമായി. ആൻഡ് ഞാൻ അവിടെ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും വാട്ടർ ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നാൾ ഭയങ്കര ഒരു ക്രോണിക് വാട്ടർ ഷോർട്ടേജ് ഉണ്ടായ സമയത്ത് മോൾസും അപ്പാർട്ട്മെൻറ്റ്സും ഈ സ്കൈ സ്ക്രേപ്പർ പോലുള്ള എല്ലാ ബിൽഡിങ്സിലേക്കും വെള്ളം പോകുന്നുണ്ടായിരുന്നു അപ്പോഴും, വേറെ സിറ്റീസിനെല്ലാം വരുത്തിയിട്ട്. പക്ഷേ ഈ സ്ലം ഏരിയാസിലും ഈ പെരിഫറി റീജിയനിൽ താമസിക്കുന്ന ആർക്കും വെള്ളം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ ഇറ്റ്സ് ടെസ്റ്റിമോണിയൽ ടു ദ ഫാക്ട് ദാറ്റ് വെള്ളം പോലുള്ള ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു സാധനം പ്രൈവറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് ഡിസഡ്വാൻറ്റേജ് ആവാൻ പോകുന്നത് ഓൾറെഡി ഡൗൺ ട്രോഡൻ സൊസൈറ്റിയിലേക്കായിരിക്കും. സോ ഇറ്റ്സ് ബെറ്റർ ടു കീപ് ദീസ് നോട്ട് പ്രൈവറ്റൈസ്ഡ്. It should be a mix of both initially. തുടക്കത്തിൽ ഒരു കൺട്രിയിൽ അതൊരു മിക്സ് തന്നെ ആയിരിക്കണം, ഫോറിൻ എയ്ഡും ഡൊമസ്റ്റിക് എയ്ഡും ഉൾപ്പെടെ. പക്ഷേ അത് പതുക്കെ അത് ഫേസ്ഡ് ഔട്ട് ആവണം. അതായത് തുടക്കത്തിൽ പ്രൈമറി മോട്ടീവ് എന്താ വെച്ചാൽ അതേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു ലീഡർഷിപ്പ് കൊണ്ടുവരണം. ആ ലീഡർഷിപ്പിന് വേണ്ടി ഫോറിൻ എയ്ഡ് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ആ ലീഡർഷിപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കൺട്രിയുള്ളിൽ തുടങ്ങിയ പിന്നെ ആ കൺട്രിയുടെ എഡ്യൂക്കേറ്റഡ് ലീഡർഷിപ്പ് ആയിരിക്കണം പിന്നെ ഡെവലപ്മെൻറ്റ് എഫേർട്സ് ലീഡ് ചെയ്യേണ്ടത്. അങ്ങനെ പതുക്കെ ഫോറിൻ എയ്ഡ് ഫേസ് ഔട്ട് ചെയ്തിട്ട് കൺട്രിയുടെ ഉള്ളിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ലീഡർഷിപ്പിലോട്ട് വരണം. നമ്മളിപ്പോൾ കേട്ടത് കേരളത്തിലെ കുറച്ച് യങ്സ്റ്റേഴ്സിനോട് നമ്മൾ ഈ ബുക്കിലുള്ള കേസസ്
കുറച്ച് ക്വസ്റ്റ്യൻസ് ആക്കി ചോദിച്ച് അവർക്ക് എന്താണ് അവർക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ അവർ പല ആൻസേഴ്സ് പറഞ്ഞു. ചിലർ പറഞ്ഞു കംപ്ലീറ്റ് ഗവൺമെൻറ് കൺട്രോളാണ് വേണ്ടത്, ഗവൺമെൻറ് തന്നെ എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ്സ് എ ക്ലാസിക്കൽ ആൻസർ. പിന്നെ കുറച്ച് പേര് പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഫോറിൻ എയ്ഡ് വേണം എന്നുള്ളത്, വിച്ച് വാസ് സർപ്രൈസിങ് ഫോർ മീ. പക്ഷേ അത് കേട്ടപ്പോൾ അനുവിന് എന്താണ് അതിൽ നിന്നുള്ളൊരു ടേക്ക് അവേ, ഒരു ഇനിഷ്യൽ ടേക്ക് അവേ? എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിലുടനീളം ചെയ്തിട്ടുള്ള കോളേജ് വർക്ക്ഷോപ്പുകളിൽ വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിന്ന ഒരു പെർസ്പെക്റ്റീവാണിത്. അതായത് എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾ ഗവൺമെന്റിന് അടുത്ത് ചെല്ലുക, അവർക്ക് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളൊരു കോമൺ തീമാണ്. ഇതിൽ ഭദ്ര പറഞ്ഞൊരു ഇലക്ട്രിസിറ്റിയുടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളപ്പോൾ അത് ഇന്ത്യയുടെ കേസ് വെച്ചിട്ടാണ് ഭദ്ര അത് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഇന്ത്യയിൽ നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി പല സ്റ്റേറ്റ്സിലും, പക്ഷെ നമുക്ക് ഒരുപാട് പ്രൈവറ്റ് പ്ലെയേഴ്സും ഉണ്ട് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും അത് അങ്ങനെയല്ല. ഈ ബുക്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് എക്സാമ്പിൾ ഉണ്ട്, ദാറ്റ് ഓഫ് ലെബനൻ. സോ ലെബനൻ്റെ നമ്മളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓട്ടോമാൻ എംപയർ ഉണ്ടായിരുന്ന സമയത്ത് 1906 ടൈമിലൊക്കെ അവർ ബെൽജിയൻ ഇൻവെസ്റ്റേഴ്സിനെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യും. അവരൊരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പിന്നെ അതൊരു കുറച്ച് ഫ്രഞ്ച് ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് പോയി. ആൻഡ് പിന്നീട് 1954 ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് പോയി. ആൻഡ് അന്ന് മുതൽ ഒരു 2017 ആ ഒരു പീരീഡ് വരെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മൊണോപ്പൊളിയാണ് ഈ ഇലക്ട്രിസിറ്റി. ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വന്ന ഒരു സാധനം പിന്നീട് അത് ഗവൺമെൻറ് മൊണോപ്പൊളി ആയി. ദാറ്റ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് പക്ഷേ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഇലക്ട്രിസിറ്റി ഗവൺമെൻറ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിട്ടും അവിടെ ഇലക്ട്രിസിറ്റി അവൈലബിലിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എപ്പോഴും പവർ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരിക്കലും സമയത്ത് പവർ ഉണ്ടാവില്ല. സർജറീസ് എല്ലാം ഹോസ്പിറ്റൽസിൽ നടക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് കറണ്ട് പോകുന്നു. ലിഫ്റ്റുകളൊക്കെ സ്റ്റക്കാവുന്നു. ലിഫ്റ്റിലൊക്കെ മണിക്കൂറുകളോളം ആൾക്കാർ സ്റ്റക്കായി നിൽക്കുന്ന റിപ്പോർട്ട്സ് ഒക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഇതിൻ്റെ ഒരു എക്കണോമിക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ $1 million, അതായത് 40% ഓഫ് അവരുടെ നാഷണൽ ഡെപ്റ്റ് അവർ ഇലക്ട്രിസിറ്റി സബ്സിഡിയിലേക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതൊരു വലിയൊരു എമൗണ്ടാണ് ആ രാജ്യത്തിനെ സംബന്ധിച്ച്. ആൻഡ് 2015 ലെബനീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റ് സ്റ്റഡീസും പറഞ്ഞ ലിംസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ച്വലി ഈ ഇഷ്യൂവിൽ വർക്ക് ചെയ്തു. അതിൽ അവർ ഒരുപാട് റിസർച്ച് ചെയ്ത് അവർ അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, പ്രോബ്ലം എന്താണ്, അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ്, ആൻഡ് ഹൗ ടു സോൾവ് ദ പ്രോബ്ലം എന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷെ അവർക്ക് അറിയാമായിരുന്നു റിസർച്ച് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതിനകത്തൊരു അഡ്വക്കസി പാർട്ട് വേണമെന്നുള്ളത്. സോ അവരുടെ അഡ്വക്കസി പാർട്ട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അഡ്വക്കസി പാർട്ട് ഇൻ ദ സെൻസ് അവർ മിനിസ്റ്റേഴ്സിനെ കണ്ടു, TV ചാനൽസിനടുത്ത്, പത്രങ്ങളിൽ, ഇങ്ങനെയെല്ലാം ഒരു കോമൺ ഡയലോഗ് ഉണ്ടാക്കി. അതായത് ഇതാണ് പ്രോബ്ലം, ഇങ്ങനെ സോൾവ് ചെയ്യണം എന്നും പറഞ്ഞു. ആൻഡ് അവരെ ചെയ്തതൊരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, കുറേ വർഷങ്ങളെടുത്തു. പക്ഷേ ദ എൻഡ് റിസൾട്ട് വാസ് ദാറ്റ് അവരുടെ എഫേർട്സ് കൊണ്ട് പ്രൈവറ്റ് കമ്പനിക്ക് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്യാൻ, ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. ആൻഡ് ഇപ്പോൾ അവിടെ പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്. സോ ദാറ്റ് അതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഈ ഫുൾ വർക്ക് നടക്കുന്നതിന് മുമ്പ് അവിടെ ആൾക്കാർക്കും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേറെ ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഗവൺമെൻറ് മാത്രം നിൽക്കുമ്പം അത് കോമ്പറ്റീഷനെ കർട്ടൈൽ ചെയ്യും, ഇന്നോവേഷനെ കർട്ടൈൽ ചെയ്യും, ന്യൂ ഐഡിയാസിനെ കർട്ടൈൽ ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവിടുത്തെ കേസ്. ഇങ്ങനത്തുള്ള കുറേ കേസ് എക്സാമ്പിൾസ് ഞാൻ ഇതിനകത്ത് കണ്ടു. അതിലെനിക്ക് ലെബനൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് അതിനകത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. പക്ഷെ എനിക്ക് നമ്മൾ ഇപ്പം 3 പേരുടെ ആ ഒരു ഒപ്പീനിയൻസ് കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, ഇപ്പം അഫിയ അതിനകത്തൊരു ഒപ്പീനിയൻ പറയുന്നുണ്ട്. അഫിയ എനിക്ക് തോന്നുന്നു കൂടുതൽ എക്കണോമിക് ഫ്രീഡം പറയുന്നുണ്ടെങ്കിലും അതിലൊരു സോഷ്യൽ ഇഷ്യൂ കൂടെ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആൾ പറഞ്ഞ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള വിശാഖ കേസാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പ്രൈവറ്റ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് എത്രമാത്രം ലോക്കൽ തിങ്ക് ടാങ്കുകൾ ഇതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ലിംസിൻ്റെ കാര്യം പറഞ്ഞ ലെബനനിൽ. അപ്പോൾ എനിക്കൊന്ന് അഫിയ പറഞ്ഞതിൽ അഫിയ മിസ് ഔട്ട് ചെയ്തൊരു പോയിന്റ് അതാണ്. അതായത് വിശാഖ ഗൈഡ് ലൈൻസ് ജുഡീഷ്യറി കൊണ്ടുവന്നത് വിശാഖ എന്ന് പറയുന്ന ഒരു ലോക്കൽ തിങ്ക് ടാങ്കിൻ്റെ എഫർട്ടിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ശരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവിടെ കാണാതെ പോകുന്നത് ആ ലോക്കൽ തിങ്ക് ടാങ്കുകൾ എടുക്കുന്ന എഫേർട്ടിനെയാണ്.
ശരിക്കും ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നം കൂടുതലായിട്ട് മനസ്സിലാകുക അങ്ങനെയുള്ള റീജിയണൽ ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള തിങ്ക് ടാങ്കുകൾക്കായിരിക്കും. അപ്പോൾ അവരുടെ റിസർച്ച് കുറച്ചും കൂടി ഒരു എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും. അത് കുറെ കൂടി ഒരു ബെറ്റർ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു പോളിസി അഡോപ്ഷനിലേക്ക് ഗവൺമെന്റിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പം എനിക്ക് ഈ ബുക്കിൽ വായിച്ചതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കേസ് സ്റ്റഡി അഡ്വക്കാട്ടയുടെയാണ്. ശ്രീലങ്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്കാണ് അഡ്വക്കാട്ട. ഇതിൽ അഡ്വക്കാട്ടയുടെ സ്റ്റഡി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഏകദേശം ഈ സാനിറ്ററി നാപ്കിൻസിന് അവിടെ 101.2% ടാക്സ് ആയിരുന്നു സാനിറ്ററി നാപ്കിൻസിന് ഉണ്ടായിരുന്നത്. ഏകദേശം 30% സ്ത്രീകൾ മാത്രമേ സാനിറ്ററി നാപ്കിൻസ് അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അൺഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവർ ബേസിക്കലി എന്തിനാണ് ട്രൈ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതിൽ 30% ഇമ്പോർട്ട് ടാക്സ് അത് കംപ്ലീറ്റ്ലി എടുത്ത് എലിമിനേറ്റ് ചെയ്യുക, മാക്സിമം ഇതിൻ്റെ ടാക്സ് ബർഡൻ കുറച്ച് കൊണ്ടുവരിക, സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ആക്സസിബിൾ. കൂടുതൽ സ്ത്രീകൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് അതൊരു ബേസിക് എംപവർമെൻ്റ് ആണ്. കാരണം ഇപ്പോൾ കുട്ടികളായാലും മുതിർന്ന സ്ത്രീകളാണെങ്കിലും അവരുടെ ജോലിയിൽ നിന്ന് അവർക്ക് ലീവ് എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു ഇത് കാരണം. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ 1 മാസം ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്നു, സ്കൂളുകളിൽ അറ്റൻഡൻസ് ഇല്ലാതെ പോകുന്നു. ഇങ്ങനത്തെ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് അവർ കളക്ട് ചെയ്ത് അതിൻ്റെ ബേസിസിലാണ് അവരിങ്ങനെ ഒരു ചേഞ്ച് വേണമെന്ന് ഗവൺമെൻറ്റിന് മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ തന്നെ ഉള്ള ഒരു തിങ്ക് ടാങ്ക് എന്നുള്ള രീതിയിൽ അവരുടെ കൾച്ചറൽ സെറ്റിങ്ങിൽ അവിടുത്തെ സ്ത്രീകളുടെ മനോഭാവം എന്താണ്, അവിടുത്തെ ഒരു കൾച്ചറൽ അല്ലെ സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളോട് എന്ന് വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാം. അപ്പം അതിൻ്റെ സൊല്യൂഷൻ കുറച്ചും കൂടി അവർക്ക് എന്താ പറയുക ലോക്കലൈസ്ഡ് ആയിട്ടുള്ള എങ്ങനെ നമുക്ക് റിസർച്ചിൻ്റെ ബേസിസിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് അഡ്വക്കാട്ട ചെയ്തിരിക്കുന്നത്. അത് ഒരു നല്ല സ്റ്റഡിയാണ്. അവർ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കൂടുതലായിട്ട് ഇപ്പം കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ ഒരു ബുക്ക് വായിക്കുക, പോവർട്ടി ആൻഡ് ഫ്രീഡം. ഇപ്പം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം വായിക്കുക. അപ്പം ഇതിൻ്റെ ഒരു മലയാള പരിഭാഷ CPPR ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ സംസാരിച്ച പോലെ തന്നെ കണ്ണൻ പറഞ്ഞ പോലെ ലെബനൻ്റെ കേസ് സ്റ്റഡി പറഞ്ഞു, ഇപ്പം ഞാൻ ശ്രീലങ്കയുടെ പറഞ്ഞു. ഇതുപോലെ തന്നെ അനേകം കേസ് സ്റ്റഡികൾ ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ് പല വിഷയങ്ങളിലുണ്ട്. ഇതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്തായിരുന്നു അവരുടെ റിസർച്ച്, എന്തായിരുന്നു അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അതെങ്ങനെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റി, അവർക്ക് ഒരു പോളിസി ചേഞ്ചിലേക്ക് അവർക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ടേക്ക് യുവർ ടൈം ടു റീഡ് ദ ബുക്ക്.